ഗൈസ്, ഇത് നമ്മത്തെ കുറച്ച് പണിയുണ്ട്. തൂത്ത് തുടയ്ക്കണം. നമ്മൾ തൂത്തെല്ലാം ചെയ്ത് കഴിഞ്ഞ് തുടയ്ക്കുന്ന പരിപാടിയാണ്. ഓക്കെ, നല്ല മടുപ്പാണ്. അതിനിടയ്ക്ക് നടുവൊന്ന് പിടിക്കുകയും ചെയ്തു. തോളിൽ നല്ല വേദനയാണ്, എന്തോ പറയാനാണ്. ഓക്കെ, സോ നമ്മുടെ ഇപ്പം ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 30 ഡേയ്സ് ആകുന്നു എന്ന് തോന്നുന്നു. ഒരു മാസം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. സോ ഹേ ഗൈസ്, നമ്മൾ ഉച്ച സമയമായിട്ടുണ്ട്. പണിക്ക് കയറിയിട്ട് ഏകദേശം ഒരു മാസത്തോളം ആവുന്നുണ്ട്. 2 മാസം നല്ല കഷ്ടപ്പാടായിരിക്കണം. ജൂൺ ജൂലൈ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഫണ്ട് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ നമ്മുടെ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഗൈസ്, നമ്മളങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പാക്കേജ് കുറച്ച് 2 എണ്ണം പാക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നമുക്ക് അധികം പാക്കേജ് ഇല്ല, ഇവിടെ 2 എണ്ണം പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ 2 പാക്കേജ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. അതേപോലെയുള്ള ബാക്കി എല്ലാ പരിപാടികളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 9 മണിയായി. ഞാനിവിടെ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ 7:30, പാക്കേജ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 9 മണി. എന്താ പറയുക, അങ്ങനെ നമ്മുടെ ചാലഞ്ചിൻ്റെ ഒരു പാർട്ട് 3 ആണിത്. അപ്പോൾ നമ്മുടെ പാക്കേജസ് ഒക്കെ ഇവിടെ ഏകദേശം പാക്കായി വെച്ചിട്ടുണ്ട്. നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ ലൈഫ് ഫിഷിൻ്റെ പാക്കേജസ് ആണ് കേട്ടോ. ഇത് ഞാൻ ഇച്ചിരി ദൂരത്ത് നിന്ന് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ അഡ്രസ്സ് നമ്മൾ എല്ലാവരെയും കാണിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം കണ്ടു എന്ന് തന്നെ അറിയാം. പക്ഷെ എന്നാലും നമ്മളങ്ങ് കുറച്ചൊന്ന് ഒരു എന്താ പറയുക, ഒന്ന് മാറ്റി പിടിച്ചെന്ന് മാത്രം. സോ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു. നമ്മളിപ്പോൾ മാസം അവസാനം എത്താറായി. ഏകദേശം ജൂണിൻ്റെ മാസം അവസാനം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാലഞ്ച് നമ്മൾ വിജയിക്കുകയോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. സോ ഹേ ഗൈസ്, നമ്മളങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ്. മാസം അവസാനം ആകാറായിട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ വന്നുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ ചാലഞ്ചിൻ്റെ ഏകദേശം ഒരു മാസത്തോളം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എന്താ പറയുക, നല്ല പാടാണ്. അടുത്ത മാസം കൂടെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്. അടുത്ത മാസം കൂടെ നമ്മൾ ജോലിക്ക് പോയതിന് ശേഷം എത്ര രൂപ നമുക്ക് കൂട്ടി വെക്കാനായിട്ട് പറ്റി എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ നമുക്ക് കുറച്ചധികം സെയിൽസ് വന്നിട്ടുണ്ട്. ഒരു 3-4 നമുക്ക് സെയിൽ വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ പാഴ്സലുകൾ ഇനി ചൊവ്വാഴ്ചയാണ് നമുക്ക് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പാഴ്സൽ അയച്ചു കൊടുക്കണം. സോ സ്ട്രഗിൾ തന്നെയാണ് ബ്രോ, ഒന്നും പറയണ്ട. കാരണം നമ്മൾ 4 വർഷത്തോളം കഷ്ടപ്പെട്ടു. നമുക്കൊരു എഡ്ജ് കിട്ടി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, പക്ഷേ നമുക്കൊരു എഡ്ജ് കിട്ടി. എനിക്ക് എന്തോ പറയുന്നതെന്ന് പോലും എനിക്കറിയില്ല. കാരണം അത്ര പാടാണ്. ഞങ്ങൾ സൺഡേ പോലും എനിക്കൊരു അവധിയില്ല. സൺഡേ വരെയാണെങ്കിലും എനിക്ക് ഉച്ച വരെ ഉണ്ട്. ഏകദേശം ഒരു 3 o'clock വരെ എനിക്ക് പണിയുണ്ട്. ആ 3 o'clock പണി കഴിഞ്ഞിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. നല്ല പാടാണ്, ജീവിതമേ പാടാണ്. എന്തായാലും നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഹേ ഗായ്സ്, നമുക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇപ്പോൾ ഒരു അരമണിക്കൂറത്തേക്കൊന്ന് കടയടച്ചിട്ട് വെളിയിലോട്ടൊന്ന് പോയി. അപ്പോൾ നമ്മൾ തിരിക്കുവാണ്. അപ്പോൾ ട്രേഡർ ചെയ്യുന്ന സ്ട്രഗിൾ എന്തോ എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഞാൻ ഇത്രയും വർഷം ചെയ്ത സ്ട്രഗിൾ എന്തോ എന്നും ആർക്കും അറിയത്തില്ല. ബട്ട് നമ്മളൊരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്ട്രഗിളെല്ലാം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഒക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 2 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഒരു ഇത്ര സബ്സ്ക്രൈബേഴ്സായി കഴിയുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ പറയണം, അവൻ ഇത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് സ്ട്രഗിൾ, ഭയങ്കര പാടാണ്, ട്രേഡിങ് ഇച്ചിരി പാടാണെന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയണം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ സ്ട്രഗിൾ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഫണ്ടിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 മാസമായിട്ട് വർക്കിങ്ങിലാണ്. ഇപ്പോൾ 2ാമത്തെ മാസമാണ്, ജൂലൈ ആണ്. സോ ഇപ്പോൾ ഇത് നമുക്കൊരു ചെറിയൊരു പണിയുണ്ടായിരുന്നു. നമുക്ക് ഈ ചീല നന്നാക്കാനായിട്ടുണ്ടായിരുന്നു. നമ്മളതെല്ലാം നന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ മാസത്തെ നമ്മുടെ ഒരു ഗ്രാൻഡ് ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 20,000 എനിക്ക് തോന്നുന്നു ഉണ്ടാക്കി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അടുത്ത മാസം കൂടെ നമുക്കൊരു 20,000 ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫണ്ട് കളക്ഷൻ നല്ല രീതിയിൽ നടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിലോട്ട് വീണ്ടും നടക്കാൻ വേണ്ടി പറ്റും. സോ ഇതേപോലെ നമ്മുടെ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഒരു കാര്യം നേരത്തെ പറയാം, ഒരു ദിവസത്തെ വീഡിയോ അല്ലെങ്കിൽ പല ദിവസങ്ങളിലെ വീഡിയോ ഇങ്ങനെ നമ്മളെടുത്ത് ഇങ്ങനെ പ്ലേ ചെയ്യുകയാണ് കേട്ടോ. സോ ഹേ ഗൈസ്, ഇതിപ്പം 4 ജൂലൈ ആണ്. നമ്മളിപ്പം ഏകദേശം ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം 1.5 മാസത്തോളം ആയെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ മാസത്തിൻ്റെ പകുതിയായപ്പോഴാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഏകദേശം 1.5 മാസത്തോളം ആയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാലഞ്ച് ഇപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു കുറച്ചൊക്കെ ഫണ്ടായി കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി ഫണ്ടായി കഴിഞ്ഞു. നമുക്കൊരു പകുതി ഫണ്ട് മതി നമ്മുടെ കാര്യങ്ങളിൽ മുന്നോട്ട് നീങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ചാലഞ്ചിൽ എത്താൻ വേണ്ടി പറ്റുമോ, നമ്മൾ സക്സസ്ഫുൾ ആകുമോ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കണ്ട് നോക്കാം അല്ലേ.